നമസ്കാരം. കോൺഗ്രസിനായി പ്രവർത്തിച്ചവരെയും പോഷക സംഘടനകളെയും സർക്കാർ നിയമനങ്ങളിൽ ആവശ്യമായ രീതിയിൽ പരിഗണിക്കുന്നില്ലെന്ന തരത്തിൽ KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ ഉയർത്തിയ പരാതി തള്ളിയ മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിൽ KSU കടുത്ത അതൃപ്തിയിൽ. പ്ലീഡർ നിയമനത്തിൽ KSU യൂണിറ്റ് കമ്മിറ്റിക്ക് എന്താണ് കാര്യമെന്ന ചോദ്യമാണ് KSUക്കാരെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധവും ഉടലെടുത്തിട്ടുണ്ട്. KSUവിനെ അപമാനിച്ചു എന്ന വികാരത്തിലാണ് നേതാക്കൾ. വിവാദ പരാമർശം നടത്തിയതിൽ മുഖ്യമന്ത്രി VD സതീശന് പരോക്ഷ മറുപടിയുമായി KSU തൃശൂർ ജില്ലാ അധ്യക്ഷൻ ഗോകുൽ ഗുരുവായൂർ രംഗത്ത് വന്നു. അധികാരം ലഭിച്ചാൽ പ്രവർത്തകരെ മറക്കുന്ന നിലപാട് ശരിയല്ലെന്നും അത്തരം നേതാക്കൾക്ക് തിരിച്ചടിയുണ്ടാകുമെന്നും ഗോകുൽ ഓർമ്മിപ്പിച്ചു. ഗോകുലിന്റെ കുറിപ്പ് ഇങ്ങനെയാണ്: അധികാരത്തിന്റെ നാൽക്കാലിയിൽ കാലുറപ്പിച്ചിരിക്കുന്നവർക്ക് അതിലേക്കുള്ള പാതയൊരുക്കുന്നതിനു വേണ്ടി ഇത്തരം യൂണിറ്റ് മുതലുള്ള ഓരോ പ്രവർത്തകരുടെയും ചോരയും നീരും അധ്വാനവും വിയർപ്പും തന്നെയാണ് അവസരമൊരുക്കിയത്. അവർ അനുഭവിച്ച പീഡനങ്ങളും കഷ്ടതകളും ഒഴുക്കിയ ചോരയും തന്നെയാണ് അധികാര കസയിലേക്കുള്ള നിങ്ങളുടെ പാതയൊരുക്കിയതെന്നും ആരും മറക്കണ്ട. EMS മുതൽ പിണറായി വിജയൻ വരെയുള്ളവരെ അധികാരത്തിന്റെ അനന്തഗോപുരത്തിൽ നിന്ന് ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് തള്ളിയിട്ടത് ഇത്തരത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ തങ്ങൾക്ക് വേണ്ടി ത്യാഗം സഹിച്ചവരെ മറന്ന് ശീതീകരിച്ച മുറിയിലെ 4 ചുവരുകൾക്കുള്ളിലെ സുഖലോലുപതയിൽ മനം മങ്ങിയതുകൊണ്ടാണ്. ഇന്നലകളിൽ സമാനതകളില്ലാതെ പ്രസ്ഥാനത്തിന് വേണ്ടി അടിത്തട്ട് മുതൽ പ്രവർത്തിച്ചവരെ, ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവനും ജീവിതവും നൽകി ത്യാഗം ചെയ്ത യൂണിറ്റ് മുതലുള്ള പ്രവർത്തകരെ പരിഗണിക്കാതെ താൻ പൊയ്മ കാണിക്കാൻ തീരുമാനിച്ചാൽ EMS മുതൽ പിണറായി വിജയൻ വരെയുള്ളവരുടെ ചരിത്രം ആവർത്തിക്കപ്പെടുമെന്നത് ഒരു ഉദാഹരണമായി മുന്നിൽ ഉണ്ടെന്നതും മറക്കണ്ട. പാലം കടക്കുന്നത് വരെ നാരായണ, പാലം കടന്നാൽ പിന്നെ കൂരായണ എന്ന നിലപാട് ശരിയല്ല എന്നുമാണ് ഗൂഗിളിന്റെ കുറിപ്പ്. അതേസമയം മുൻ KSU നേതാവ് അപർണ പ്രസന്നയും വിഷയത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ രംഗത്ത് വന്നു. ഈ സാഹചര്യത്തിൽ തിരുവനന്തപുരം ലോ കോളേജ് യൂണിയൻ കമ്മിറ്റിക്കും KSUവിനും വിഷയത്തിൽ ഉള്ള ഇൻട്രസ്റ്റ് എന്താണെന്ന് വ്യക്തമാക്കണമെന്ന് തോന്നിയതുകൊണ്ടാണ് വിഷയത്തിൽ പ്രതികരിച്ച് രംഗത്ത് വന്നതെന്ന് അപർണ വ്യക്തമാക്കി. ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെയാണ് അപർണ തന്റെ നിലപാട് വ്യക്തമാക്കിയത്. അപർണയുടെ കുറിപ്പ് ഇങ്ങനെയാണ്: വളരെ മനപ്രയാസത്തിൽ തന്നെയാണ് ഈ പോസ്റ്റ് എഴുതുന്നത്. ഹൈക്കോടതിയിലെ GP നിയമനവുമായി സംബന്ധിച്ച് നടക്കുന്ന വിവാദത്തിൽ ഇന്നത്തെ പ്രസ് മീറ്റിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി KSU യൂണിറ്റ് കമ്മിറ്റിക്ക് എന്താണ് ഇതിൽ കാര്യമെന്ന പ്രസ്താവന ഇറക്കുകയും അവരൊന്നുമല്ലല്ലോ ഇത് തീരുമാനിക്കേണ്ടതെന്ന മറുപടിയിൽ പറയുകയും അത് വലിയ രീതിയിൽ മാധ്യമങ്ങൾ KSUവിനായിട്ട് തിരിച്ചടി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ തിരുവനന്തപുരം ലോ കോളേജ് യൂണിയൻ കമ്മിറ്റിക്കും KSUവിനും ഈ വിഷയത്തിലുള്ള ഇൻട്രസ്റ്റ് എന്താണെന്ന് വ്യക്തമാക്കണമെന്ന് തോന്നി. നിലവിൽ GPI നിയമിക്കപ്പെട്ട അഡ്വക്കേറ്റ് ജിയോണ 2015-2019 ബാച്ചിൽ തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥിയും അക്കാലത്ത് ക്യാമ്പസിലെ സജീവ SFI പ്രവർത്തകയുമായിരുന്നു. പ്രസ്തുത കാലഘട്ടം SFIയുടെ അക്രമ രാഷ്ട്രീയം കൊടികുത്തി വാണിരുന്ന ഒരു കാലമാണ്. 3:30-ക്ക് ശേഷം ഒരു KSUകാരന് പോലും ക്യാമ്പസിൽ നിൽക്കാൻ കഴിയില്ല. സ്വയരക്ഷയ്ക്ക് വേണ്ടി പെപ്പർ സ്പ്രേ കയ്യിൽ കരുതേണ്ട അവസ്ഥയായിരുന്നു KSU പ്രവർത്തകർക്ക് അന്ന്. ഒരു ക്ലാസ്സിൽ കയറി ക്യാമ്പയിൻ എടുക്കാൻ സമ്മതിക്കില്ല. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങുന്ന മത്സരാർത്ഥിയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കീറിക്കളയുന്ന SFIയുടെ അക്രമ രാഷ്ട്രീയം. പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ക്ഷമിക്കണം. ഓർമ്മകൾ മനുഷ്യനെന്നും ഒരു ശാപമാണെന്ന് പറയുന്നത് പോലെ ഓരോ KSU പ്രവർത്തകനും ഓർമ്മയിൽ ഈ യാതനകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ് യൂണിറ്റ് കമ്മിറ്റി KSUകാരെ പ്രതിനിധീകരിച്ചുകൊണ്ട് GP നിയമനത്തിൽ അതൃപ്തി അറിയിച്ചത്. ഗവൺമെന്റ് ലോ കോളേജിലെ രാഷ്ട്രീയം എത്രത്തോളം അക്രമാസക്തമാണെന്ന് വാർത്ത ശ്രദ്ധിക്കുന്നവർക്കെല്ലാം അറിയാം. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ നിന്നും പാളയം ഏരിയ കമ്മിറ്റിയിൽ നിന്നുമൊക്കെ ഉരുത്തിരിഞ്ഞു വരുന്ന കേരളത്തിന്റെ തന്നെ ഭീകരത കണ്ട് ഞെട്ടിച്ച SFIയുടെ അക്രമ രാഷ്ട്രീയത്തിന്റെ സ്കൂൾ ഓഫ് പൊളിറ്റിക്സ് ഉണ്ട്. അതിനിരയാക്കപ്പെട്ട, തല്ലിച്ചതയ്ക്കപ്പെട്ട, ധാരാളം ക്രിമിനൽ കേസുകൾ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട, അക്കാരണത്താൽ ജോലി നിഷേധിക്കപ്പെട്ട നിരവധി പേരുണ്ട്. ചുരുക്കി പറഞ്ഞാൽ തിരുവനന്തപുരം ലോ കോളേജിലെ യൂണിറ്റ് കമ്മിറ്റിക്ക് ഇനി ഇക്കാര്യത്തിൽ എന്താണ് ഇൻട്രസ്റ്റ് എന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ മറുപടിയേ ഉള്ളൂ. തിരുവനന്തപുരത്തെ തലയെടുപ്പോടെ നിൽക്കുന്ന ആ മുത്തശ്ശി കലാലയത്തിന്റെ മുറ്റത്ത് KSUക്കാർ ചിന്തിച്ച ചോര, അതാണ് KSUവിന് അതിലുള്ള ഇൻട്രസ്റ്റ്. ഈ വിഷയത്തിൽ KSU നിലപാട് അറിയിച്ചുകൊണ്ട് KSU പ്രവർത്തകരുടെ ആത്മാഭിമാനത്തെ ചേർത്ത് പിടിച്ച KSU സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അലോഷ്യസ് സേവ്യറിന് അഭിവാദനങ്ങൾ. KSUക്കാർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടത്തുന്ന ക്യാമ്പസുകളിലെ വിജയ തേരോട്ടത്തിൽ മാത്രം സന്തോഷിക്കുന്നവരാകരുത്. പാർട്ടിക്കാർ ഒന്നും പ്രതീക്ഷിക്കാതെ ഈ പാർട്ടിക്ക് കീഴിൽ അണിനിരക്കുന്ന സ്വഭാവം അത് കോൺഗ്രസുകാരന് കിട്ടുന്നത് KSUവിലൂടെയാണ്. കാരണം പഠനം, സമരം, സാഹോദര്യം എന്നതിനൊപ്പം സഹനവും വലിയ രീതിയിൽ കൈവശമുണ്ട് എന്ന് തിരുവനന്തപുരം ലോ കോളേജിലെ ഒരു മുൻ KSU പ്രവർത്തക എന്നുമാണ് അപർണയുടെ കുറിപ്പ്. പ്ലീഡർ നിയമനം സംബന്ധിച്ച് മുഖ്യമന്ത്രിയായ തന്നോട് ആരും പരാതി പറഞ്ഞിട്ടില്ലെന്നായിരുന്നു VD സതീശൻ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ഒരാൾ കോളേജിൽ പഠിക്കുമ്പോൾ SFI ആയിരുന്നുവെന്നും ഒരാൾ ABVP ആയിരുന്നുവെന്നുമാണ് ആരോപണം ഉയർന്നത്. കോൺഗ്രസിലെ അഭിഭാഷക വിഭാഗം പരാതിപ്പെട്ടു എന്നാണ് വാർത്ത വന്നത്. തന്നോട് ആരും പരാതിപ്പെട്ടിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ആരോപണം ഉയർന്ന 2 പേരുടെയും പേര് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് ശുപാർശ ചെയ്ത ലിസ്റ്റിലുമുണ്ട്. പശ്ചാത്തലം കൂടി പരിശോധിച്ചാണ് നിയമനം നടത്തിയത്. AGയുടെ അഭിപ്രായം തേടി, അല്ലാതെ കോൺഗ്രസിന്റെ പോഷക സംഘടന തരുന്ന ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നിയമനം നടത്താനാകില്ലല്ലോ എന്നും സതീശൻ ചോദിച്ചു. തിരുവനന്തപുരം ലോ കോളേജിലെ KSU യൂണിറ്റ് കമ്മിറ്റിക്കൊന്നും പ്ലീഡർ നിയമനത്തിൽ ഒരു കാര്യവുമില്ലെന്നും മാധ്യമങ്ങൾ വെറുതെ ഊതി വീർപ്പിക്കുകയാണെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം.